പരിചയപ്പെടാൻ പോകുന്നത് വെങ്ങോരയിലെ ഒരു കൊച്ചു കലാകാരനെയാണ്. അദ്ദേഹം ചെറുപ്രായത്തിൽ തൊട്ടേ ഈ കലാമേഖലയിൽ തുടർന്നു വരുന്നു. കൃത്യമായി പറഞ്ഞാൽ 5ാം ക്ലാസ് മുതൽ അദ്ദേഹം ഈ കലാമേഖലയിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് കാർത്തിക് ഉണ്ണികൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേരാണ് കാർത്തിക് ഉണ്ണികൃഷ്ണൻ. ഞാൻ നിലവിൽ ഇപ്പോൾ PG ചെയ്യാണ്. നമ്മൾ നിർമ്മല കോളേജിലെ മൂവാറ്റുപുഴ അവിടെ PG ചെയ്യാണ് ഡാറ്റാ സയൻസിൽ. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഒരു 5ാം ക്ലാസ്സിൽ വെച്ച് ആ സമയത്താണ് വന്നത്. അന്ന് യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ മൊബൈല് അന്ന് സ്മാർട്ട് ഫോൺ, ഈ പറഞ്ഞ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ വന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് മൊബൈൽ എടുത്തിട്ട് എൻ്റെ വീട്ടിലുള്ള അടുത്തുള്ള പിള്ളേരൊക്കെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ചെയ്ത് തന്നെയൊക്കെ എഡിറ്റ് ചെയ്ത് വച്ച് ഞാൻ ഇങ്ങനെ ചെയ്തൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആക്കി. അങ്ങനെ വലിയ സെറ്റപ്പും കാര്യങ്ങളുമായിട്ടൊന്നുമല്ല, എന്താ പറയുക, ഒരു കഥയുണ്ട്, കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് വീട്ടിൽ കാണിച്ച് ഇവരെ ആരും അറിയാണ്ടൊക്കെയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ എന്താ പറയുക, ഈ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിൽ നോക്കിയും പഠിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ചെയ്തു. ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം മാത്രമല്ല, അല്ലാതെ വീട്ടിൽ കുറച്ച് പൂച്ചകളൊക്കെ ഉണ്ട്. പൂച്ചേനെയൊക്കെ വളർത്തുന്നത്, പൂച്ചപ്രാന്തന്മാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ പൂച്ചേനെയൊക്കെ എടുത്ത് പൂച്ചയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് വന്ന് ഒരു 10ാം ക്ലാസ്സൊക്കെ വരെ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഷോർട്ട് ഫിലിമും കാര്യങ്ങളും മാത്രമല്ല, അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രൊമോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ സംവിധായകനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കിനൊക്കെ പോയി. അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റി. ഡയറക്ഷൻ എന്ന ഒരു സംഭവം, എഡിറ്റിങ് മാത്രമല്ലാണ്ട് ഡയറക്ഷൻ എന്നുള്ള സംഭവം കൂടെ എനിക്ക് അതിലൂടെയാണ് പഠിക്കാൻ പറ്റിയത്. പിന്നെ ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിലിം എന്ന് പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ചെയ്തത്. അത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അത് കോവിഡായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കാരിയർ എന്നായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അത് യൂട്യൂബിലുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ ചെയ്ത വർക്ക് കാണാൻ പറ്റും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ഷൻ സംവിധാന സംരംഭം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു മൈൽ സ്റ്റോനായിട്ട് ഇപ്പോൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മൈൽ സ്റ്റോനായിട്ട് പറയുന്ന വർക്ക് എന്ന് പറയുന്നത് പൂജാരിക്കുന്നാണ്. അതിൽ എഡിറ്റിംഗാണ് ഞാൻ ചെയ്തത്. ഡയറക്ഷൻ എൻ്റെ അച്ഛനായിരുന്നു, വിയാനിനുണ്ടിന്നായിരുന്നു. അപ്പോൾ അതിൽ എഡിറ്റിങ്ങും എൻ്റെ അസിസ്റ്റൻറ്റും ചെയ്തതൊക്കെ ഞാനാണ്. അതാണ് എൻ്റെ ഒരു കരിയറിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മൈൽ സ്റ്റോനായിട്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു എന്താ പറയുക 100-നടുത്തുള്ള ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ട് ഇവിടെ ദേശത്ത് വായന പൂർണിമ നടത്തുന്ന ഒരു ദേശപെരുമ പുരസ്കാരമുണ്ട്. അത് എനിക്ക് ആദരിക്കുകയുണ്ടായി ഇവിടെ വെങ്ങോലയിൽ.
ഇങ്ങനെ ഒരു അവസരം തന്നെ അവിറ്റ മീഡിയ ന്യൂസിന് വളരെ നന്ദിയുണ്ട്. കാരണം പ്രതിഭകൾ വിശേഷങ്ങൾ ഒരു സെഗ്മെൻറ്റ് അത് ഈ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ആവശ്യമാണ്. കാരണം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. അവരൊന്നും ചിലപ്പോൾ ആരെയും അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ പുറത്തേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് പ്രതിഭകൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നേക്കുന്നത്. അത് അവിറ്റ മീഡിയ ന്യൂസിനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് മതിയാവും. കാർത്തിക് ഉണ്ണികൃഷ്ണൻ എന്ന പ്രതിഭയുടെ വിശേഷങ്ങൾ നിങ്ങളെല്ലാം കേട്ടുവല്ലോ. ഇനി അടുത്ത പ്രതിഭയുടെ വിശേഷങ്ങളായി വരുന്നവരെ